ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഞ്ചാമത്തെ ചാപ്റ്റർ പകുതി ഡിസ്കസ് ചെയ്ത് നിർത്തിയതാണ്. അതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ അകത്തെ ഡാറ്റ ടൈപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഡാറ്റ ടൈപ്സിനെ തുടർന്നിട്ട് വേരിയബിൾസ് എന്താണ്, വേരിയബിൾസിൻ്റെ 3 ആസ്പെക്ട്സ് എന്താണ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് മൂവ് ചെയ്തു. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ഓപ്പറേറ്റേഴ്സിൻ്റെ സബ് ഡിവിഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 2 രീതിയിൽ ഓപ്പറേറ്റേഴ്സിനെ ഡിവൈഡ് ചെയ്യാമെന്ന് പഠിച്ചു. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറൻസും ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ. 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്യുക. അതിൽ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറൻസ് നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. യൂണറി, ബൈനറി, ടെറിനറി, അങ്ങനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത്. യൂണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറാൻഡ് മാത്രമുള്ള ഓപ്പറേറ്റേഴ്സ്. യൂണറി പ്ലസ് മൈനസ് ഒക്കെ നമ്മൾ +7 എന്ന് എഴുതിയാൽ നമ്പർ പോസിറ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്ററും അതിന് ഒരു ഓപ്പറാൻഡ് മാത്രമേ ഉള്ളൂ. 7 എന്ന് പറയുന്ന ഒരു സിംഗിൾ ഓപ്പറാൻഡേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ യൂണറി ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ A++ എന്ന് പറയുമ്പോൾ ++ എന്ന് പറയുന്ന സിംഗിൾ ഓപ്പറേറ്ററും A എന്ന് പറയുന്ന സിംഗിൾ ഓപ്പറാൻഡും മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ബൈനറി ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. ബൈനറി 2 ഓപ്പറാൻഡ്സ് ഉള്ള ഓപ്പറേറ്റേഴ്സ്. A <B എന്ന് എഴുതുമ്പോൾ ലെസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് A B എന്ന് പറയുന്ന 2 ഓപ്പറാൻഡ്സ് ആണുള്ളത്. ഇങ്ങനെയുള്ളതിനെ നമ്മൾ ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. പിന്നെ 3 ഓപ്പറാൻഡ്സ് വരുന്നതാണെങ്കിൽ നമ്മൾ അതിനെ ടെറിനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു. അതിന് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ് നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ, എന്ത് തരത്തിലുള്ള ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ബേസിൽ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അതിൻ്റെ അകത്ത് ആദ്യത്തെ 3 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പ്ലസ് മൈനസ് സ്റ്റാർ സ്ലാഷ് മോഡുലോ ഡിവിഷൻ, അതായത് പെർസെൻറ്റേജ്, ഇത്രയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. പ്ലസ് എന്ന് പറയുന്ന അഡീഷൻ, മൈനസ് എന്ന് പറയുന്ന സബ്ട്രാക്ഷൻ, അതേപോലെയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും, അതായത് ഓപ്പറാൻസും റിസൾട്ടും രണ്ടും ന്യൂമറിക് വാല്യൂ ആയിരിക്കും നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് 2 ന്യൂമറിക്കൽ വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു, ന്യൂമറിക് വാല്യൂസ് കമ്പയർ ചെയ്യാനാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇൻപുട്ട് സ്വാഭാവികമായി ന്യൂമറിക് വാല്യൂസും അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ട്രൂ ഓർ ഫോൾസ് ഔട്ട്പുട്ടാണ് കിട്ടുക. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് 2 റിലേഷണൽ ഓപ്പറേഷൻസിനെ കമ്പൈൻ ചെയ്യാനാണ്. കമ്പയറും മാറിപ്പോകരുത്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ന്യൂമറിക് വാല്യൂസ് കമ്പയർ ചെയ്യാനാണ്. അതേസമയം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് റിലേഷണൽ ഓപ്പറേഷൻസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 3 എണ്ണമാണുള്ളത്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ആൻഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നോട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റെപ്രസെൻറ്റേഷൻ പഠിച്ചു, ഓരോന്നിൻ്റെ യൂസേജ് പഠിച്ചു, വർക്കിംഗ് പഠിച്ചു, എക്സാമ്പിൾ ചെയ്ത് നോക്കി. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇതിൻ്റെ 2 ടൈപ്പ് ഓപ്പറേറ്റേഴ്സും കൂടെ ബാക്കിയുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. Fourth one, input output operator. Input output operator. അപ്പോൾ ഇതിനകത്ത് 2 ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഇൻപുട്ട് ഓപ്പറേറ്ററും അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഓപ്പറേറ്ററും. ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇതാണ്. 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ചേർന്നതിനെയാണ് നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന വേറെ പേരുകളാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ or get from operator. Extraction operator or get from operator. അപ്പോൾ input operator, extraction operator അല്ലെങ്കിൽ get from operator is used for reading values from keyboard. കീബോർഡിൽ നിന്നും വാല്യൂസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഈ ഇൻപുട്ട് ഓപ്പറേറ്റർ, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഈ 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ചേർന്നിട്ടുള്ള ഓപ്പറേറ്റർ. ഇനി അടുത്തതാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. 2 ലെസ് ദാൻ സിമ്പിൾ ചേർന്നതിനെയാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻസേർഷൻ ഓപ്പറേറ്റർ ഓർ put to operator. Insertion operator or
put to operator. അപ്പോൾ insertion operator അല്ലെങ്കിൽ put to operator is used for displaying outputs to the monitor. മോണിറ്ററിലേക്ക് ഔട്ട്പുട്ടുകളെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസർഷൻ ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ put to എന്ന് പറയുന്ന രണ്ട് ലെസ് ദാൻ സിമ്പിൾ ചേർന്നിട്ടുള്ള ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിൽ രണ്ട് തരത്തിലുള്ള ഓപ്പറേറ്റർ ഉണ്ട്, ഇൻപുട്ട് ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾസ് ആണ്. അതിന് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ എന്ന് കൂടെ പറയും. അത് കീബോർഡിൽ നിന്നും വാല്യൂസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്ന രണ്ട് ലെസ് ദാൻ സിമ്പിൾ ചേർന്നിട്ടുള്ള ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, അത് ഇൻസർഷൻ ഓപ്പറേറ്റർ എന്നും പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയും. മോണിറ്ററിലേക്ക് വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ, യൂസ്ഡ് ഫോർ അസൈനിങ് വാല്യൂസ് ടു എ വേരിയബിൾ. വേരിയബിളിന്റെ വാല്യൂ അസൈൻ ചെയ്യണം. അഞ്ചാമത്തെ ലാസ്റ്റ് വൺ ആണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ. Assignment operator is represented by the symbol equal to. Equal to എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് അസൈൻമെന്റ് ഓപ്പറേറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അസൈനിങ് വാല്യൂസ് ടു എ വേരിയബിൾ. വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇനി അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ ഒരു റൂൾ ഉണ്ട്. The left side of assignment operator should be a variable. ഈ അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ നിർബന്ധമായിട്ടും വേരിയബിൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റൈറ്റ് സൈഡ് ക്യാൻ ബി വേരിയബിൾ, കോൺസ്റ്റന്റ് ഓർ എക്സ്പ്രഷൻ. അപ്പൊ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് വേരിയബിളോ കോൺസ്റ്റന്റോ എക്സ്പ്രഷനോ ഉപയോഗിക്കാം. പക്ഷെ ലെഫ്റ്റ് സൈഡ് നിർബന്ധമായിട്ടും ഒരു വേരിയബിൾ ആയിരിക്കണം. അതാണ് ഈ അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത. അപ്പൊ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ടു സിമ്പിൾ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അസൈനിങ് വാല്യൂസ് ടു വേരിയബിൾസിന്റെ വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ഈക്വൽ ടു സിമ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ റൂൾ ഇതാണ്. The left side of assignment operator should be a variable. ഈ അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ ഇടതുവശത്ത് വേരിയബിൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വലതുവശത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. വേരിയബിളോ കോൺസ്റ്റന്റ് വാല്യൂയോ അല്ലെങ്കിൽ വേരിയബിൾ, കോൺസ്റ്റന്റ് ഓർ എക്സ്പ്രഷൻ. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a is equal to b എന്ന് എഴുതി കഴിഞ്ഞാൽ ലെഫ്റ്റിൽ വേരിയബിൾ തന്നെയാണ്, റൈറ്റിലെ വേരിയബിൾ ആണ്. a is equal to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ വേരിയബിൾ ആണ്, റൈറ്റില് കോൺസ്റ്റന്റ് ആണ്. a is equal to 3 plus b എന്ന് എഴുതി കഴിഞ്ഞാൽ ലെഫ്റ്റിൽ വേരിയബിൾ ആണ്, റൈറ്റിൽ എന്താണ്, എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഇതേപോലെ ഈ ലെഫ്റ്റ് സൈഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ലെഫ്റ്റ് സൈഡിൽ നിർബന്ധമായിട്ടും ഒരു വേരിയബിളിനെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റൈറ്റ് സൈഡിൽ വേരിയബിളോ കോൺസ്റ്റന്റോ എക്സ്പ്രഷനോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ. അതിൽ ലോജിക്കൽ ഓപ്പറേറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അസൈൻമെന്റ് ഓപ്പറേറ്ററും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്ററും. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യും. വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ വേരിയബിൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റൈറ്റ് സൈഡിൽ വേരിയബിളോ കോൺസ്റ്റന്റോ എക്സ്പ്രഷനോ ഉപയോഗിക്കാം. ഇത്രയാണ് അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. അപ്പൊ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറാൻഡ്സും ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ. പിന്നെ ഈ സെക്ഷൻ എന്നുള്ള വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഈക്വൽ ടു ആൻഡ് ഈക്വൽ ടു. ഈക്വൽ ടു തമ്മിലുള്ള ഡിഫറൻസ് പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Equal to is the assignment operator used for assigning values to a variable. വേരിയബിളിന് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് ഈക്വൽ ടു എന്ന് പറയുന്നത്. അതേസമയം ഈക്വൽ ടു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിലേഷണൽ ഓപ്പറേറ്റർ യൂസ്ഡ് ഫോർ checking whether both the values are equal. Checking whether two numeric values are equal or not. രണ്ട് ന്യൂമറിക് വാല്യൂസ് എടുത്തിട്ട്
അത് രണ്ടും ഈക്വൽ ആണോ, സെയിം ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ ആണ് ഈക്വൽ ടു എന്ന് പറയുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആണ്, പല എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈക്വൽ ടു എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്, വേരിയബിളിന്റെ വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഈക്വൽ ടു എന്ന് പറയുന്നത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്, രണ്ട് ന്യൂമറിക് വാല്യൂസ് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതും ആ സെക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇനി അടുത്ത സെക്ഷൻ ആണ് എക്സ്പ്രഷൻസ്. Expressions is a combination of, അല്ലെങ്കിൽ expression is a combination of operators and operands. It is a valid combination of operators and operands. Expression is a valid combination of operators and operands. Operatorsഉം ഓപ്പറാൻസും കൂടെ വാലിഡ് ആയിട്ടുള്ള രീതിയിൽ ചേർത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എ പ്ലസ് ബി എന്ന് എഴുതി കഴിഞ്ഞാൽ, എയും ബിയും ഓപ്പറാൻസ് ആണ്, പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഇങ്ങനെ ഓപ്പറാൻസിനെയും ഓപ്പറേറ്റേഴ്സിനെയും ചേർത്ത് എഴുതുന്നതിന്, വാലിഡ് ആയിട്ടുള്ള രീതിയിൽ ചേർത്ത് എഴുതുന്നതിനെയാണ് എക്സ്പ്രഷൻസ് എന്ന് എഴുതുന്നത്. അതേസമയം പ്ലസ് എ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ അത് വാലിഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ അല്ല. ഇത് ഓപ്പറേറ്റേഴ്സിന്റെയും ഓപ്പറാൻസിന്റെയും കോമ്പിനേഷൻ തന്നെയാണ്, പക്ഷെ ഇതൊരു വാലിഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ അല്ല. വാലിഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ കമ്പൈൻ ചെയ്യണം. എ പ്ലസ് ബി എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റേഴ്സിന്റെയും ഓപ്പറാൻസിന്റെയും വാലിഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ഓപ്പറേറ്റേഴ്സും ഓപ്പറാൻസും വാലിഡ് ആയിട്ടുള്ള രീതിയിൽ കമ്പൈൻ ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ എ ലെസ് ദാൻ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു എക്സ്പ്രഷൻ ആണ്. ഇനി എ ലെസ് ദാൻ ബി ഓർ ബി ലെസ് ദാൻ സി ഇങ്ങനെ എഴുതി, ഇതും വാലിഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. അതേസമയം ഓർ എ ലെസ് ദാൻ ബി എന്ന് എഴുതിയാലോ, ഓർ എ ലെസ് ദാൻ ബി എന്ന് എഴുതിയാൽ ഈ ഓർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഒരു റിലേഷൻ ഓപ്പറേഷൻ മാത്രം ഉള്ളെങ്കിൽ നമ്മൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പൊ ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ല. ഇത് വാലിഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്, കാരണം രണ്ട് സൈഡ്, ഓറിന്റെ രണ്ട് സൈഡിലും റിലേഷണൽ എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. അതേസമയം ഇവിടെ ഓറിന്റെ ഒരു സൈഡിൽ മാത്രമേ റിലേഷണൽ എക്സ്പ്രഷൻ ഉള്ളൂ. ഇത് വാലിഡ് അല്ല, ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. അപ്പൊ വാലിഡ് ആയിട്ടുള്ള രീതിയിൽ ഇതേപോലെ ഓപ്പറേറ്റേഴ്സിനെയും ഓപ്പറാൻസിനെയും കമ്പൈൻ ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഇനി based on the operator used, the expressions can be divided as എന്തൊക്കെയായിട്ടാണ്? അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. നമ്മൾ ഏത് തരത്തിലുള്ള ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ ബേസിൽ നമ്മൾ ഇങ്ങനെയാണ് എക്സ്പ്രഷൻസിനെ ഡിവൈഡ് ചെയ്യുക. അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ്, റിലേഷണൽ എക്സ്പ്രഷൻസ് ആൻഡ് ലോജിക്കൽ എക്സ്പ്രഷൻസ്. എക്സ്പ്രഷൻസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: അരിത്തമെറ്റിക്, റിലേഷണൽ, ലോജിക്കൽ. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാൻ പോലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if the operator used is arithmetic operator then it is known as arithmetic expression. നമ്മൾ a plus b എന്ന് എഴുതിയാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റർ ഏതാണ്? പ്ലസ് ആണ് ഇവിടുത്തെ ഓപ്പറേറ്റർ. പ്ലസ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഓപ്പറേറ്റർ ആണ്? അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണ്. അപ്പൊ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ, ഓപ്പറേഷനിൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ്. ഇനി റിലേഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? if relational operators are used in a, if relational operators are used in an expression then it is known as relational expression. ഒരു എക്സ്പ്രഷനിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേഷണൽ എക്സ്പ്രഷൻസ്. എ ലെസ് ദാൻ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതൊരു റിലേഷണൽ എക്സ്പ്രഷൻ ആണ്, കാരണം ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റർ എന്ത് തരം ഓപ്പറേറ്റർ ആണ്? റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. ഇനി ലോജിക്കൽ ആണെങ്കിൽ സിമ്പിൾ ആണ്. എന്താണ്? if the operator used is, if the operator used is, logical operator, if used is എന്നല്ല, if logical operator is used, if logical operators are used in an expression then the expression is known as logical expression. അപ്പോൾ നമ്മൾ എഴുതുകയാണ് a less than b or b less than c എന്ന് എഴുതി. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോജിക്കൽ എക്സ്പ്രഷൻസ് എന്നാണ് പറയുക.
ഇവിടെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെ നമ്മൾ എന്താണ് വിളിക്കുക? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയില്ല, അതിനെ നമ്മൾ ലോജിക്കൽ എക്സ്പ്രഷൻ എന്നേ പറയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ a ലെസ് ദാൻ b പ്ലസ് സി എന്ന് എഴുതി. a ലെസ് ദാൻ b പ്ലസ് സി. അപ്പൊ ഇവിടെ b പ്ലസ് സിയില് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പുറമെ നമ്മൾ എന്തും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്? റിലേഷണൽ ഓപ്പറേറ്ററും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പ്രഷൻസിനെ നമ്മൾ എന്തേ വിളിക്കുള്ളൂ? റിലേഷണൽ എക്സ്പ്രഷൻസ് എന്നേ വിളിക്കുള്ളൂ. അപ്പൊ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് എക്സ്പ്രഷൻ ആയിരിക്കും? റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും. അപ്പൊ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റേഴ്സിന്റെയും ഓപ്പറാൻസിന്റെയും വാലിഡ് ആയിട്ടുള്ള കോമ്പിനേഷനെയാണ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ ആൻഡ് ലോജിക്കൽ എക്സ്പ്രഷൻ. അതിൻ്റെ അകത്ത് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റർ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെ നമ്മൾ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയും. ഇനി റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പ്രഷനിൽ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെ റിലേഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയും. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ആണെങ്കിൽ ആ എക്സ്പ്രഷൻസിനെ നമ്മൾ ലോജിക്കൽ എക്സ്പ്രഷൻസ് എന്നാണ് പറയുക. ഇനി ഒരു ചെറിയ സബ്ഡിവിഷനും കൂടി ഇതിനകത്തുണ്ട്. അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിനെ നമ്മൾ ഇന്റീജർ എക്സ്പ്രഷൻസ് എന്നും ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ എന്നും കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എന്നും സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഇന്റിജർ അത് ബേസ്ഡ് ഓൺ ഓപ്പറാൻഡ് ആണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ബേസ്ഡ് ഓൺ ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ ലോജിക്കൽ ഓപ്പറേറ്റർ ആണെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ, ഓപ്പറേറ്റർ റിലേഷണൽ ഓപ്പറേറ്റർ ആണെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷൻ, ഓപ്പറേറ്റർ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണെങ്കിൽ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇനി നമ്മൾ ബേസ്ഡ് ഓൺ ഓപ്പറാൻഡ് ആണ് പറയുന്നത്. ഓപ്പറാൻഡ്. അപ്പൊ നമ്മൾ a ലെസ് ദാൻ b എന്ന് എഴുതുക, അല്ലെങ്കിൽ a പ്ലസ് b എന്ന് എഴുതുമ്പോൾ ഇവിടെയുള്ള ഓപ്പറാൻഡ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ, എയും ബിയും ഓപ്പറാൻസും ആണ്. അപ്പൊ ഈ ഓപ്പറാൻസ് ഇന്റിജേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഇന്റിജർ എക്സ്പ്രഷൻ എന്ന് പറയും. ഓപ്പറാൻഡ് ഡെസിമൽ പോയിന്റ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ എന്ന് പറയും. ഈ ഓപ്പറാൻസ് കോൺസ്റ്റന്റ് വാല്യൂസ് ആണെങ്കിൽ അതിനെ നമ്മൾ കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എന്ന് പറയും. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എക്സ്പ്രഷൻസ് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസിന്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്ത് ഈ വീണ്ടും വരുന്ന സബ്ഡിവിഷൻസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ എക്സ്പ്രഷൻസ് ഇസ് എ വാലിഡ് കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറാൻസ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ. എക്സ്പ്രഷൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു അരിത്തമെറ്റിക്, റിലേഷണൽ, ലോജിക്കൽ. അത് ഓരോന്നും എന്താണെന്ന് പറഞ്ഞു. ഓപ്പറേറ്റർ അരിത്തമെറ്റിക് ആണെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ ലോജിക്കൽ എക്സ്പ്രഷൻ. പിന്നെ ഓപ്പറാൻഡ് ഇന്റിജേഴ്സ് ആണെങ്കിൽ ഇന്റിജർ എക്സ്പ്രഷൻ, ഓപ്പറാൻഡ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ, ഓപ്പറാൻഡ് കോൺസ്റ്റന്റ് വാല്യൂസ് ആണെങ്കിൽ കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ. അപ്പൊ ഇത്രയാണ് എക്സ്പ്രഷൻസിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റേറ്റ്മെന്റ്സ് ആർ ദ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ C++ പ്രോഗ്രാം എന്നാണ് സ്റ്റേറ്റ്മെന്റിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. സ്റ്റേറ്റ്മെന്റ് ഈസ് ദ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ C++ പ്രോഗ്രാം. സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? സ്റ്റേറ്റ്മെന്റ് ഈസ് ദ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ C++ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഈ സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്. ടോക്കൺസ് പഠിച്ചപ്പോൾ പറഞ്ഞത് ഇതാണ്. നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്നത് സിമിലർ ടു വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. വാക്കുകളോട് സിമിലർ ആണ്. ഈ വാക്കുകളെ കൂട്ടിച്ചേർത്ത് സെന്റൻസ് ആക്കി ആ സെന്റൻസിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ C++ലെ വേർഡ്സിനോട് സിമിലർ ആയിട്ടുള്ള നമ്മൾ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് പഠിച്ച സമയത്ത് ഏതാണ് ഡീബഗ്ഗിങ്, ട്രാൻസ്ലേഷൻ, ഡീബഗ്ഗിങ്, പിന്നെ വരുന്നതാണ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. ആ സമയത്ത് എക്സിക്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റിലും പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണോ അത് ക്യാരി ഔട്ട് ചെയ്യുന്നതിനെയാണ് എക്സിക്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്ന എക്സാമ്പിൾ ഇതായിരുന്നു. എണീറ്റ് പോയി വാതിലടയ്ക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്.
അപ്പോൾ അതവിടെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉപകാരമൊന്നുമില്ല. അത് ഒരാൾ എണീറ്റ് പോയി വാതിൽ അങ്ങ് അടയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആക്ച്വലി വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്കത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു എക്സിക്യൂഷൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റണം. ഞാൻ വെറുതെ ക്ലാസ്സിൽ നിന്നിട്ട് വാതിൽ എന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാനൊന്നുമില്ല. വാതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിൽ എന്ത് ചെയ്യാനാണ്? വാതിൽ തുറക്കാനാണോ, വാതിൽ അടയ്ക്കാനാണോ, അല്ലെങ്കിൽ വാതിലിനെ കുറിച്ച് എന്തെങ്കിലും വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ വാതിൽ നോക്കാൻ വേണ്ടിയിട്ടാണോ, ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം അതിനെ നമ്മൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനില്ല. അതിൻ്റെ അകത്തൊന്നും എക്സിക്യൂട്ട് ചെയ്യാനില്ല. വാതിൽ എന്ന് മാത്രം പറഞ്ഞാൽ ഒരു ടോക്കണിൻ്റെ പേര് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്കൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അതേസമയം എണീറ്റ് പോയി വാതിൽ അടയ്ക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ആണ്, സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ്. അതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. എണീറ്റ് പോയിട്ട് ആ വാതിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ C++ലെ ടോക്കൺസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ വേർഡ്സിനോട് സിമിലർ ആണ്. അപ്പോൾ ഒരു ടോക്കൺ മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്കൊന്നും എക്സിക്യൂട്ട് ചെയ്യാനില്ല. നമ്മൾ വെറുതെ പറയാണ് ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എ എന്ന് മാത്രം പറഞ്ഞു, അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. A+B എന്ന് മാത്രം പറഞ്ഞു. ഇതൊരു എക്സ്പ്രഷനാണ്. എയും ബിയും കൂട്ടാനാണ്. കൂട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അതും കംപ്ലീറ്റ് അല്ല. ഇനി അല്ല, A+B എന്ന് പറയുന്നത് ഒരു ടോക്കൺ അല്ല. പ്ലസ് എന്ന് മാത്രം പറഞ്ഞു. പ്ലസ് എന്താണ് ചെയ്യേണ്ടത് നമ്മൾക്ക് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെയല്ലാതെ ഒരു കംപ്ലീറ്റ് സെന്റൻസിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് ക്യാരി ഔട്ട് ചെയ്യാനുണ്ടാവും. അപ്പൊ ഇങ്ങനെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റിനെ C++ പ്രോഗ്രാം സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഇൻ എ C++ പ്രോഗ്രാം, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. എവരി സ്റ്റേറ്റ്മെന്റ് എൻഡ്സ് വിത്ത് സെമികോളൻ. സെമികോളൻ എന്ന് പറയുന്ന പങ്ക്ച്വേറ്റർ ഉപയോഗിച്ചിട്ടാണ് എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എൻഡ് ചെയ്യുന്നത്. എല്ലാ സ്റ്റേറ്റ്മെന്റുകളെയും എൻഡ് ചെയ്യുന്നത് സെമികോളൻ വെച്ചിട്ടാണ്. ഇനി സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 4. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ്, ഇൻ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഇത്രയും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് C++ലുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇൻ C++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C++ലെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്താണ്? ഒരു വാക്ക് മാത്രമായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ക്യാരി ഔട്ട് ചെയ്യാനൊന്നുമില്ല, ഒന്നും എക്സിക്യൂട്ട് ചെയ്യാനില്ല. അതിനൊരു സെന്റൻസ് ആക്കിയാൽ മാത്രമേ അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു അർത്ഥം വരുള്ളൂ, എന്തെങ്കിലും അതിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന C++ലെ ഏറ്റവും ചെറിയ യൂണിറ്റിനെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് ആർ ദ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ്സ് ഇൻ എ C++ പ്രോഗ്രാം. യൂണിറ്റ് ഇൻ എ C++ പ്രോഗ്രാം. ഇനി അതിൻ്റെ അകത്ത് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എവരി സ്റ്റേറ്റ്മെന്റ് ഇൻ C++ എൻഡ്സ് വിത്ത് ദ പങ്ക്ച്വേറ്റർ സെമികോളൻ. സെമികോളൻ എന്ന് പറയുന്ന പങ്ക്ച്വേറ്റർ ഉപയോഗിച്ചിട്ടാണ് എല്ലാ C++ സ്റ്റേറ്റ്മെന്റ്സും എൻഡ് ചെയ്യുന്നത്. There are 4 types of statements in C++. Declaration statement, assignment statement, input statement, output statement. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ്സും അതിൻ്റെ സിൻടാക്സും നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് പഠിക്കാൻ പോവാണ്. The first one is declaration statements. Declaration statement. ഫസ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റും പഠിക്കുമ്പോൾ അതിന്റെ യൂസ് എന്താണ്, അതിന്റെ സിൻടാക്സ് എന്താണ്, അതിന്റെ ഒരു എക്സാമ്പിൾ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതിന്റെ യൂസേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, declaration statements are used for assigning data type to a variable. Declaration statements are used for assigning data type to a variable. Assigning data type to a variable. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡാറ്റ ടൈപ്പ് എന്താണെന്നും വേരിയബിൾ എന്താണെന്നും നമ്മൾ പഠിച്ചു. വേരിയബിൾ എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷൻ കൊടുക്കുന്ന പേരിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് 5 തരത്തിലുണ്ട്. ഇൻഡ്, ഫ്ലോട്ട്, ക്യാരം, വോയിഡ്, ഡബിൾ, 5 തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ട്. അപ്പൊ ഈ 5 ഡാറ്റ ടൈപ്സിൽ ഒരു വേരിയബിളിന്റെ അകത്ത് ഏത് ടൈപ്പ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അസൈനിങ് ഡാറ്റ ടൈപ്പ് ടു എ വേരിയബിൾ. ഇനി അതിന്റെ സിൻടാക്സ് ഓഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്
ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം സെമികോളൻ. ഇതാണ് സിന്റാക്സ് ഓഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം സെമികോളൻ. ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം. ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ 1, വേരിയബിൾ 2, എക്സെട്ര, വേരിയബിൾ n സെമികോളൻ. ഈ സെമികോളൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ രണ്ട് സിന്റാക്സിൽ ഏത് സിന്റാക്സ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം സെമികോളൻ അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ 1, വേരിയബിൾ 2, എക്സെട്ര, വേരിയബിൾ n സെമികോളൻ. ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സിന്റാക്സ് ഉപയോഗിക്കാം. ഒരു സിംഗിൾ വേരിയബിൾ മാത്രമേ ഉള്ളെങ്കിൽ ഈ സിന്റാക്സ് നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പൊ വേരിയബിളിന് ഡാറ്റ ടൈപ്പിനെ അസൈൻ ചെയ്യാം. അപ്പൊ പിന്നെ ആ വേരിയബിൾ ആ ഡാറ്റ ടൈപ്പ് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇൻഡിജർ ആണെങ്കിൽ ഇൻഡിജർ മാത്രം, ഫ്ലോട്ടിംഗ് ആണെങ്കിൽ ഫ്ലോട്ടിംഗ് മാത്രം, ഡബിൾ ആണെങ്കിൽ ഡബിൾ മാത്രം, ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ മാത്രം. നമ്മൾ ഏത് ഡാറ്റ ടൈപ്പ് ആണോ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ടൈപ്പിലുള്ള ഡാറ്റയെ മാത്രമേ ആ വേരിയബിളിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇതിന്റെ എക്സാമ്പിൾ ആണ് ഒരു ഡാറ്റ ടൈപ്പ് ഇന്റ് എ. ഇന്റ് എ എന്ന് എഴുതി കഴിഞ്ഞാൽ എ എന്ന് പറയുന്നതാണ് വേരിയബിൾ നെയിം. ഈ എ എന്ന് പറയുന്ന വേരിയബിൾ ഏത് ടൈപ്പ് ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ? ഇൻഡിജർ ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഫ്ലോട്ട് p, q എന്ന് എഴുതി. ഫ്ലോട്ട് p, q. ഫ്ലോട്ട് p, q എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ p, q എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഈ രണ്ട് വേരിയബിൾസിന് എന്ത് ടൈപ്പ് ഡാറ്റ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ? ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ വാല്യൂസിനെ മാത്രമേ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഡബിൾ എ എന്ന് എഴുതി. ഡബിൾ എ എന്ന് എഴുതി കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വേരിയബിളിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ഡബിൾ ഡാറ്റയാണ്. ക്യാർ സി എന്ന് എഴുതി. ക്യാർ സി എന്ന് എഴുതി കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. സിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ എന്ന് പറയുന്നത് ക്യാരക്ടർ ഡാറ്റ മാത്രമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു വേരിയബിളിന് അതിന്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ സിന്റാക്സ് ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ 1, വേരിയബിൾ 2, എക്സെട്ര, വേരിയബിൾ n സെമികോളൻ. ഈ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഇവിടെ കണ്ടോ? ഫ്ലോട്ട് p, q സെമികോളൻ എന്ന് എഴുതി. ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉള്ളപ്പോൾ നമ്മൾ കോമ ഇട്ട് എഴുതിയാൽ മതി. അപ്പൊ ഇങ്ങനെ വേരിയബിളിന് ഡാറ്റ ടൈപ്പ് അസൈൻ ചെയ്ത് കൊടുക്കാനാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. ഇനി അതിന്റെ എക്സാമ്പിളും സിന്റാക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ വേരിയബിളിന് ഡാറ്റ ടൈപ്പ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചത്. ഡാറ്റ ടൈപ്പ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചു. ഇനി അതിന് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ അതേ ഡെഫിനേഷൻ തന്നെയാണ് നമ്മൾ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന് കൊടുക്കുന്നത്. അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ ഡെഫിനേഷനിൽ നമ്മൾ പറഞ്ഞു യൂസ്ഡ് ഫോർ അസൈനിങ് വാല്യൂ ടു എ വേരിയബിൾ. അതേ സെയിം ഡെഫിനേഷൻ തന്നെയാണ് നമ്മൾ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന് കൊടുക്കുന്നത്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ യൂസ്ഡ് ഫോർ അസൈനിങ് വാല്യൂസ് ടു എ വേരിയബിൾ. യൂസ്ഡ് ഫോർ അസൈനിങ് values to a variable. Assigning values to a variable. Declaration statement ആയിരുന്നു assigning data type to variable ആയിരുന്നു. ഇവിടെ assignment statement ആണെങ്കിൽ assigning values to the variable. ഇനി assignment operator is used for this purpose. Assignment operator equal to എന്ന് പറയുന്ന assignment operator ഉപയോഗിച്ചിട്ടാണ് ഈ ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുക. ഈ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കും. അപ്പൊ അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞായിരുന്നു. ലെഫ്റ്റ് സൈഡ് ഓഫ് അസൈൻമെന്റ് ഓപ്പറേറ്റർ മസ്റ്റ് ബി വേരിയബിൾ. ലെഫ്റ്റ് സൈഡ് ഓഫ് അസൈൻമെന്റ് ഓപ്പറേറ്റർ മസ്റ്റ് ബി വേരിയബിൾ. ലെഫ്റ്റ് സൈഡ് എപ്പോഴും വേരിയബിൾ ആയിരിക്കണം. റൈറ്റ് സൈഡിൽ എന്തൊക്കെ വരാം? റൈറ്റ് സൈഡ് ക്യാൻ ബി കോൺസ്റ്റന്റ്, വേരിയബിൾ ഓർ എക്സ്പ്രഷൻ. റൈറ്റ് സൈഡ് ഓഫ് assignment operator can be constant, variable or expression. പിന്നെ അതിന്റെ സിന്റാക്സ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ് നേരത്തെ നമ്മൾ എഴുതിയതാണ്. അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ എഴുതിയ സിന്റാക്സ് തന്നെയാണ്. ഒന്നെങ്കിൽ വേരിയബിൾ ഇസ് ഈക്വൽ ടു വേരിയബിൾ 1 എന്നുള്ള രീതിയിൽ എഴുതാം. രണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇവിടെ വേരിയബിൾ 1 എഴുതിയത്. വേരിയബിൾ ഇസ് ഈക്വൽ ടു വേരിയബിൾ 1 അല്ലെങ്കിൽ വേരിയബിൾ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വേരിയബിൾ ഇസ് ഈക്വൽ ടു എക്സ്പ്രഷൻ. ഈ മൂന്ന് രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾക്ക് അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ സിന്റാക്സ് എഴുതാം. അപ്പൊ അസൈൻമെന്റ് ഓപ്പറേറ്ററിലെ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഇതിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എ ഇസ് ഈക്വൽ ടു ബി. അപ്പൊ ബിയുടെ വാല്യൂ എന്താണോ അതാണ് അവർക്ക് കിട്ടുക, എക്ക് കിട്ടുക. അപ്പൊ വേരിയബിളിന്റെ വാല്യൂ അസൈൻ ചെയ്യാനാണ് എ ഇസ് ഈക്വൽ ടു ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ എക്ക് കിട്ടും.
എ ഇസ് ഈക്വൽ ടു 10 എന്ന് എഴുതി കഴിഞ്ഞാൽ എക്ക് 10 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അല്ലെങ്കിൽ സം ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മിന് 0 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഈ സെമിക്കോളൻ ഒന്നും ഇടാൻ നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എക്സ്പ്രഷൻ ആണ് വന്നിരിക്കുന്നത്. എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണ്, വാലിഡ് കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറാൻഡ്സ്. അപ്പൊ എ പ്ലസ് ബി ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആണ് സമ്മിലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. ഈ 3 സിന്റാക്സിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ വേരിയബിൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ റൈറ്റ് സൈഡിൽ വേരിയബിളോ കോൺസ്റ്റന്റോ എക്സ്പ്രഷനോ ഉപയോഗിക്കാം. അപ്പൊ രണ്ടാമത്തെ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അസൈനിങ് വാല്യൂസ് ടു വേരിയബിൾ. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഈക്വൽ ടു എന്ന് പറയുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ വേരിയബിൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അസൈൻമെന്റ് ഓപ്പറേറ്റർ റൈറ്റ് സൈഡിൽ വേരിയബിളോ കോൺസ്റ്റന്റോ എക്സ്പ്രഷനോ ഉപയോഗിക്കാം. സിന്റാക്സ് വേരിയബിൾ ഇസ് ഈക്വൽ ടു വേരിയബിൾ 1 സെമിക്കോളൻ, അല്ലെങ്കിൽ വേരിയബിൾ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് സെമിക്കോളൻ, അല്ലെങ്കിൽ വേരിയബിൾ ഇസ് ഈക്വൽ ടു എക്സ്പ്രഷൻ സെമിക്കോളൻ. ഈ മൂന്നെണ്ണത്തിൽ ഏത് സിന്റാക്സ് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. വേരിയബിൾ ആണെങ്കിൽ a is equal to b എന്നുള്ള ഫോമിൽ എഴുതാം. കോൺസ്റ്റന്റ് ആണെങ്കിൽ a is equal to 10 എന്നോ സം is equal to 0 എന്നുള്ള ഫോമിൽ എഴുതുന്നത്. എക്സ്പ്രഷൻ ആണെങ്കിൽ സം is equal to a plus b ഈ രീതിയിൽ എഴുതുന്നതിനൊക്കെ നമ്മൾ വേരിയബിൾ is equal to എക്സ്പ്രഷൻ എന്ന് പറയുന്ന സിന്റാക്സ് ആണ് ഫോളോ ചെയ്യുക. ഇനി രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൂടിയാണ് ബാക്കിയുള്ളത്, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റും ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റും. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്. Third one, input statement. അപ്പോൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുക. കീബോർഡിൽ നിന്നും വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആർ യൂസ്ഡ് ഫോർ റീഡിംഗ് വാല്യൂസ് അല്ലെങ്കിൽ ഇൻപുട്ടിംഗ് വാല്യൂസ് ഫ്രം കീബോർഡ്. കീബോർഡിൽ നിന്നും വാല്യൂസിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. ഇനി ഇൻപുട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഈ രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പൽ ചേർന്ന ഇൻപുട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ പഠിച്ചാണ്. ഈ ഓപ്പറേറ്റർ ആണ് നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുക. ഇനി ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത, ദ ലെഫ്റ്റ് side of input operator, extraction operator, left side of extraction operator should be the object, C in എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആയിരിക്കണം. representing keyboard, കീബോർഡിനെയാണ് ഈ C in എന്ന് പറയുന്ന ഒബ്ജക്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ കീബോർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന C in എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആയിരിക്കണം ഈ രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ചേർന്ന ഇൻപുട്ട് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരിക്കേണ്ടത്. ആൻഡ് ദ റൈറ്റ് സൈഡ് ഷുഡ് ബി എ വേരിയബിൾ. റൈറ്റ് സൈഡ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഷുഡ് ബി എ വേരിയബിൾ. റൈറ്റ് സൈഡിൽ വേരിയബിളുമാണ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ അതിന്റെ സിന്റാക്സിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, സിന്റാക്സ് C in എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ വേരിയബിൾ സെമിക്കോളൻ. ഇതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ്. എക്സാമ്പിൾ C in A. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വാല്യൂ റീഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, കീബോർഡ് ഉപയോഗിച്ച് പ്രോഗ്രാമിലേക്ക് വാല്യൂവിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. കീബോർഡ് ഉപയോഗിച്ച് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വാല്യൂസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ അൽഗോരിതം ഒക്കെ എഴുതിയപ്പോൾ നമ്മൾ റീഡ് A, B, ഓൾ അൽഗോരിതംസ് മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് സ്റ്റേറ്റ്മെന്റ്സ് ടു ഇൻപുട്ട് ഇൻപുട്ട് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഒക്കെ എഴുതി. എല്ലാ അൽഗോരിതത്തിന്റെ തുടക്കത്തിൽ വാല്യൂ ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതണമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ C++ പ്രോഗ്രാമിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കീബോർഡിൽ നിന്നും വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുക. ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്ന വേറെ പേരാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പൽ ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുക.
ഈ ഇൻപുട്ട് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ നിർബന്ധമായിട്ടും സി ഇൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആയിരിക്കണം. ഈ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ സി ഇൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആയിരിക്കണം. ദ ഒബ്ജക്റ്റ് സി ഇൻ റെപ്രസെന്റ്സ് കീബോർഡ്. കീബോർഡിനെയാണ് സി ഇൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. And the right side of the extraction operator must be a variable. ഇതിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഒരു വേരിയബിൾ ആയിരിക്കണം. ആ വേരിയബിളിലേക്കാണ് വാല്യൂവിനെ നമ്മൾ കീബോർഡിൽ നിന്നും റീഡ് ചെയ്യുക. അപ്പൊ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം റാം എന്ന് പറയുന്ന മെമ്മറിയിൽ കൊടുക്കുന്ന മെമ്മറി ലൊക്കേഷന്റെ പേരാണ് വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾസ് ആർ നെയിംസ് ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻ. അപ്പൊ ഈ മെമ്മറി ലൊക്കേഷനിലേക്കാണ് കീബോർഡിൽ നിന്നും വാല്യൂ റീഡ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അങ്ങനെ റീഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാവണം. ആ സ്പേസിനെ നമ്മൾ വേരിയബിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിലേ വാല്യൂ കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററുടെ റൈറ്റ് സൈഡിൽ നിർബന്ധമായിട്ടും ഒരു വേരിയബിൾ നെയിം ആയിരിക്കണം ഉപയോഗിച്ചിരിക്കേണ്ടത്. അപ്പൊ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്, കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ലെഫ്റ്റ് സൈഡിൽ കീബോർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന സീൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആയിരിക്കണം. റൈറ്റ് സൈഡിൽ നിർബന്ധമായിട്ടും ഒരു വേരിയബിൾ നെയിം ആയിരിക്കണം. ഇത്രയാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇനി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് കീബോർഡിൽ നിന്ന് വാല്യൂസിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്സിനെ ഒക്കെ നമ്മൾക്ക് മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. ഇതാണ് നാലാമത്തെ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഫോർത്ത് വൺ ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിലെ ഫോർത്ത് വൺ ആണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആർ യൂസ്ഡ് ഫോർ ഡിസ്പ്ലേയിങ് വാല്യൂസ് ടു ദ മോണിറ്റർ. ഡിസ്പ്ലേയിങ് വാല്യൂസ് ടു ദ മോണിറ്റർ. മോണിറ്ററിലേക്ക് വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. ഇനി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, രണ്ട് ലെസ് ദാൻ സിമ്പിൾ ചേർന്ന ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പുട്ട് ടു ഓപ്പറേറ്റർ ഓർ ഇൻസെർഷൻ ഓപ്പറേറ്റർ. പുട്ട് ടു അല്ലെങ്കിൽ ഇൻസെർഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്ന രണ്ട് ലെസ് ദാൻ സിമ്പിൾ ചേർന്ന ഓപ്പറേറ്റർ ആണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ഇൻസെർഷൻ ഓപ്പറേറ്റർ ഷുഡ് ബി left side of insertion operator should be എന്തായിരിക്കണം? see out, the object see out representing monitor. മോണിറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്ന see out എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആയിരിക്കണം ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡ്. and the right side will be the value to be displayed. അത് കോൺസ്റ്റന്റ് ആവാം, എക്സ്പ്രഷൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. right side will be the value to be displayed. Right side will be value to be displayed. അത് വേരിയബിൾ ആയിക്കോണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്താണോ അതാണ് റൈറ്റ് സൈഡിൽ ഉണ്ടാവുക. പിന്നെ ഇതിന്റെ സിന്റാക്സ് എങ്ങനെയാണ് പറയാ? എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, ഇൻസെർഷൻ ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഇൻസെർഷൻ ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ നിർബന്ധമായിട്ടും സി ഔട്ട്, മോണിറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്ന സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആയിരിക്കണം. സിന്റാക്സ് ആണ് സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആയിരിക്കണം. റൈറ്റ് സൈഡിൽ വാല്യൂ ടു ബി ഡിസ്പ്ലേഡ്. ഇതാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ അല്ല ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്. ഇനി ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? സി ഔട്ട് എ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യുക. ഇനി സി ഔട്ട് ഹെലോ, സി ഔട്ട് ഹെലോ. അപ്പൊ ഇവിടെ നോക്കുക, സി ഇവിടെ ആണെങ്കിൽ ഡബിൾ കൊട്ടേഷൻ ഉണ്ട്. ഡബിൾ കൊട്ടേഷൻ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള വാല്യൂ എന്താണോ അത് അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഡബിൾ കൊട്ടേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ വേരിയബിളിന്റെ വാല്യൂവിനെയാണ് ഡിസ്പ്ലേ ചെയ്യുക. ഡബിൾ കൊട്ടേഷൻ ആണെങ്കിൽ ആ എഴുതിയിരിക്കുന്ന കാര്യം അതേപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഡബിൾ കൊട്ടേഷൻ ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു വേരിയബിൾ ആയിരിക്കണം, ആ വേരിയബിളിന്റെ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അപ്പൊ ഇതാണ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് വേരിയബിളിന്റെ അല്ലെങ്കിൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ നിന്നും എന്തെങ്കിലും ഔട്ട്പുട്ട് നമ്മുടെ മോണിറ്ററിലേക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. അതിന് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. രണ്ട് ലെസ് ദാൻ സിമ്പിൾ ചേർന്ന ഔട്ട്പുട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇൻസെർഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പുട്ട് ടു ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഈ പുട്ട് ടു ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ നിർബന്ധമായിട്ടും സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആയിരിക്കണം. സി ഔട്ട് മോണിറ്ററിനെയാണ് റെപ്രസെന്റ് ചെയ്യുക, കാരണം നമുക്ക് മോണിറ്ററിലേക്കാണ് പ്രിന്റ് ചെയ്യേണ്ടത്. മോണിറ്ററിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. റൈറ്റ് സൈഡിൽ എന്താണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത് അതാണ് നമ്മൾ എഴുതേണ്ടത്. അതിന്റെ സിന്റാക്സ് സി ഔട്ട്
ഇൻസർഷൻ ഓപ്പറേറ്റർ, വാല്യൂ ടു ബി ഡിസ്പ്ലേഡ്, സെമികോളൻ. ഇതാണ് അതിന്റെ സിന്റാക്സ്. എക്സാമ്പിൾ ആയിട്ട് സി ഔട്ട് ഓപ്പറേറ്റർ എ, സി ഔട്ട് ഓപ്പറേറ്റർ ഹെലോ, ഇതൊക്കെ ഈ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും വരുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഇനി ചെറിയ ഒരു ഭാഗം കൂടി ഇതിൻ്റെ അകത്തുണ്ട്, അത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ്. അത് കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ചെറിയ ഒരു സെക്ഷനും കൂടെ ഈ ചാപ്റ്ററിലുണ്ട്. കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, അതും കൂടി ആയാലേ ഈ ചാപ്റ്റർ ഫുൾ ആവും. ഈ ചാപ്റ്ററിൽ നിന്നും ഒരു കാര്യം പോലും ഫോക്കസ് ഏരിയയിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല എന്ന് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. വീണ്ടും ഞാനത് ആവർത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങൾ പഠിക്കണം. കാസ്കേഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ഓപ്പറേറ്റേഴ്സിനെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിനെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ഓപ്പറേറ്റേഴ്സ് സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കാസ്കേഡിംഗ് ഓഫ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുകയാണ്. സി, നമുക്ക് 3 വേരിയബിൾസിന് വാല്യൂ റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സി ഇൻ എ, സി ഇൻ ബി, സി ഇൻ സി ഇങ്ങനെ എഴുതും. ഇത് 3 ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതിനെ നമുക്കൊരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സി ഇൻ എ, വീണ്ടും എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ബി, വീണ്ടും എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ സി, സെമികോളൻ, ഇങ്ങനെ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം. അപ്പൊ ഇവിടെ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ഉപയോഗിച്ചിട്ടുണ്ട്. സി ഇൻ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എ, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ബി, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ സി. ഇത് എന്തിനോട് സിമിലർ ആണ്? സി ഇൻ എ, സി ഇൻ ബി, സി ഇൻ സി, ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് എഴുതുന്നതിനോട് സിമിലർ ആണ്. ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ മൾട്ടിപ്പിൾ ടൈം, സി ഇൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷേ ഇൻസർഷൻ ഓപ്പറേറ്റർ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ മൾട്ടിപ്പിൾ ടൈംസ് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ വാല്യൂസ് ഒരുമിച്ച് റീഡ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ സി ഔട്ട് എ, സി ഔട്ട് ബി, സി ഔട്ട് സി, 3 വേരിയബിൾസിന്റെ വാല്യൂ ആണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. സി ഔട്ട് ബി, സി ഔട്ട് സി, 3 വേരിയബിൾസിന്റെ വാല്യൂ 3 ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിന് പകരം ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സി ഔട്ട് എ, സി ഔട്ട് ബി, സി ഔട്ട് സി. ഇതിന്റെ എല്ലാം ഇടയ്ക്ക് സി ഔട്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷേ ഇൻസർഷൻ ഓപ്പറേറ്റർ നമ്മൾ പല പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുന്നതിനെയാണ് കാസ്കേഡിംഗ് ഓഫ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ മൾട്ടിപ്പിൾ ഇൻപുട്ട് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നതിനെ നമ്മൾ കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്നും, ഒരു സിംഗിൾ സി ഔട്ട് സ്റ്റേറ്റ്മെന്റിൽ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് എഴുതുന്നതിനെ നമ്മൾ കാസ്കേഡിംഗ് ഓഫ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയും. അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇൻപുട്ട് ഓപ്പറേറ്ററിനെ കാസ്കേഡ് ചെയ്യുന്ന മൾട്ടിപ്പിൾ വാല്യൂസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നിൽ കൂടുതൽ വാല്യൂസിനെ ഒരുമിച്ച് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഔട്ട്പുട്ട് ഓപ്പറേറ്ററിനെ കാസ്കേഡ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ വാല്യൂസിനെ ഒരുമിച്ച് പ്രിന്റ് ചെയ്യാൻ, ഒറ്റ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പം അത് എളുപ്പമാണ്. കാസ്കേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നതാണ്. കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ഓപ്പറേറ്റർ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ മൾട്ടിപ്പിൾ വാല്യൂസ് റീഡ് ചെയ്യും. കാസ്കേഡിംഗ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ മൾട്ടിപ്പിൾ വാല്യൂസിനെ ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ. അപ്പോൾ ഇതാണ് കാസ്കേഡിംഗ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ, 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുള്ളത്. 5ാമത്തെ ചാപ്റ്റർ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നാളെ വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരം ഈ ചാപ്റ്ററിൻ്റെ എക്സാം ഞാൻ ഇടുന്നതായിരിക്കും. വൈകുന്നേരം 6 മണിക്ക്, നാളെ ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഈ ചാപ്റ്ററിൻ്റെ പരീക്ഷ നടത്തുന്നതായിരിക്കും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതുക. പിന്നത്തെ ദിവസം തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ ക്ലാസ് എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. ചൊവ്വാഴ്ച എന്തായാലും ക്ലാസ് ഉണ്ടാവും. തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കാം. ഞായറാഴ്ച പറയാം. നമ്മൾ 6ാമത്തെ പാഠമാണ് ഡിസ്കസ് ചെയ്യുക. 6ാമത്തെ പാഠം എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന 6ാമത്തെ പാഠം. ഇതിനകത്ത് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം, വേരിയബിൾ ഇനിഷ്യലൈസേഷൻ, അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്,
ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, ടൈപ്പ് കൺവേർഷൻ, ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കാനുണ്ട്, ടൈപ്പ് മോഡിഫയേഴ്സ്. അതും കൂടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണം. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അതും കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. നിങ്ങളതൊക്കെ നോക്കി വെച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരിക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നാളെ വൈകുന്നേരമാണ് പരീക്ഷ. ഇല്ലെങ്കിൽ പേരെഴുതിയിട്ട് എക്സിറ്റ് ചെയ്യാം.